ഇതാഴ്ച ഓപ്പൺ അപ്പ് ചെയ്യുന്നു, അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിരുന്നു, മുമ്പിൽ പണി തുടങ്ങും. ഞാൻ ചോദിച്ചു ഗോഡനെ, നിങ്ങൾക്ക് ഈ പണി അറിയൂ? ഇങ്ങനെയൊക്കെയല്ല ചേട്ടൻ നമ്മൾ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ ഇതെൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ ചെറിയൊരു സിനിമയാണ്. ഈ പറയുന്നത് പോലെ ഈ ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഞങ്ങൾ എന്താ പറയാ, ഈ പറയുന്ന പോലെ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കഥ നമ്മളിപ്പോ കണ്ട ടീസർ, ഈ ടീസറിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ അറിയാലോ, ഓൾമോസ്റ്റ് ന്യൂ കമേഴ്സ്. അപ്പൊ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് എൻ്റെ പ്രൊഡ്യൂസറായ അറുമുഖം സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സി ബാബും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഈ 3 വ്യക്തികളുടെ. മാത്രമല്ല ഈ സിനിമ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഞാൻ പ്ലാൻ ചെയ്ത് ചെറിയൊരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ നടന്മാരുമാണ്. എനിക്ക് അവരോടും ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തും. പിന്നെ ഈ സിനിമ എല്ലാവർക്കും വിചാരമുണ്ട് ഞാനാണ് നായകൻ. ഞാനല്ല നായകൻ. ഭാസ്കരൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ അജയ് പവിത്രൻ സാറാണ്. സർ പ്ലീസ് കം. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഇതുവരെ എനിക്ക് ഫസ്റ്റ് പോസ്റ്റ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ടീച്ചറിലൊന്നും അദ്ദേഹത്തിന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സിനിമയിൽ കാണട്ടെ, ലിറിക്കൽ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയ സംഭവം നിങ്ങൾ എന്തെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അജയ് സാറിനെ പറ്റിയിട്ട് 2 വാക്ക് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ മൈക്കങ്ങോട്ട് കൊടുക്കാം. വേറെ ഒന്നുമല്ല, എന്നെ പണ്ട് കോളേജിൽ പഠിപ്പിച്ച സാറ്. ഈ മനുഷ്യൻ NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല. തുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായിരുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടീസും അറിയുന്ന ഒരു സാറ് കൂടിയായിരുന്നു. അപ്പൊ അന്നേ ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റി. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിന്നത്. ഇതിനു മുമ്പേ അങ്ങനത്തെ ചിന്ത പോലും ഇല്ലായിരുന്നു. വളരെ യാദർച്ഛികമായിട്ട് രൂപേഷ് പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ സിനിമ എടുത്താലും ഒരു റോള് തരണം. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കും, അത് ടൈറ്റിൽ റോൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എന്നെ പിടിച്ചു, എല്ലാം കഴിഞ്ഞു ജീവിതം എൻ്റെ പാടെ, ഞാൻ എൻ്റെ കമ്പനിയും എൻ്റെ ജോലിയും നടന്നുകൊണ്ട് കോഴ്സ് വിളിച്ചു പറഞ്ഞു, ഒരു 10 ദിവസത്തേക്കൊന്ന് വരാൻ ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, വന്ന് പോവാന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പൊ മനസ്സിലാവില്ല എത്രത്തോളം ഭാര്യയാണ് ഉള്ളി ഉദ്ദേശിച്ചതെന്ന്. എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ അവനത് ഒരു ചാൻസ് തന്ന രൂപേഷ്, അറുമുഖൻ സാർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഇതിലുപരി പലതും ഇൻഡസ്ട്രിയിൽ ഷൂട്ട് ചെയ്യുന്നവർ അറിയാത്ത എന്നെ ഓരോന്നും പഠിപ്പിച്ചെന്ന് എൻ്റെ കാസ്റ്റും ക്രൂവോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നുവെച്ചാൽ ഒന്നും അറിയാതെയാണ് ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പലതും പഠിച്ചത്. ഓരോരുത്തരുടെ പേര് പറയുന്നത് എനിക്ക് 1/2 മണിക്കൂർ വേണം. എല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി ഈശ്വരനോട് പറയുന്നു. കാരണം രൂപേഷിന് ഈ സിനിമയിലെ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന്. കുറെ കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് പ്രൊഡക്റ്റിലാണ് ഞാൻ രൂപേഷിന്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് രൂപേഷിനെ സഹായിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടും ആയിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലേയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മകന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരുപക്ഷെ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി.
പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് 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 നന്ദി പറയുന്നു. ആദ്യത്തെ ടീസർ ഇറക്കിയപ്പോ എല്ലാവരും പറഞ്ഞ ഡാർക്ക് കോമഡി, എന്താ പറയാ, ഈ പറയുന്നത് പോലെ എന്താ പറയാ മോഹിനിയാട്ടം പോലെയുണ്ട്. മോഹിനിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ 3 വർഷം തിയേറ്ററിൽ കണ്ട സിനിമയാണ്, ഗംഭീര സിനിമയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഇത് ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞിട്ട് കണ്ട ജനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല കാര്യം. ഇതിൽ ഹ്യൂമർ ഉണ്ട്, എലിമെന്റ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്. പക്ഷെ മോർ ദാൻ ദാറ്റ് ഇത് ഭയങ്കര ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ എ ഫാദർ ആൻഡ് സൺ. അപ്പോൾ അത് കൂടാണ്ട് ഈ പറയുന്നത് പോലെ ഇതിൽ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും പാരവത്തും എല്ലാതും ഉണ്ടാവും. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു സിനിമയാണ്. ഇനി ഈ ലിറിക്കൽ വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ് ആണ്. ഗോഡ്വിൻ തോമസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സംഭവം അധ്യായം 1 നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ഗംഭീര ഹിറ്റായ സിനിമയാണ്, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ് ഭാസ്കരഭരണം. ഇനി ഞാൻ ഗോഡനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഗോഡൻ വരുന്നതിന് മുമ്പ് ഒരു 6-7 മ്യൂസിക് ഡയറക്ടർമാരുണ്ടായിരുന്നു. എനിക്ക് പല പ്രശ്നങ്ങളും സിംഗും കിട്ടാത്ത കാരണം അവർക്ക് മാറിപ്പോയി. അപ്പോൾ ഈ എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് നമ്മളിപ്പോൾ ദീപക്കും ബിനോയും എല്ലാം കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓൺ ബോർഡ് വന്ന സമയത്ത് മ്യൂസിക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത ആളാണ് ഗോഡ്വിൻ. പക്ഷെ ഞാൻ ഗോഡനായിട്ട് ഒറ്റ സെറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സിങ്ക് ഉണ്ടായി. ഇപ്പോൾ ഈ ലിറിക്കൽ വീഡിയോനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ ലിറിക്കൽ വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ എൻ്റെ എഡിറ്റർ പനി പിടിച്ച ഹോസ്പിറ്റലിൽ, ഇപ്പോൾ റാഷൻ അഹമ്മദ് എവിടെയോ ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ, ഒട്ടും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ. ഇത് എന്തും ചെയ്യും, ആരും എഡിറ്റ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോഡനോട് എൻ്റെ വിഷമം പറഞ്ഞു. മ്യൂസിക് ലോഞ്ചാണ്, ലിറിക്കൽ വീഡിയോ കാണിച്ചില്ലെങ്കിൽ നാണക്കേടാണ്, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് പോകുന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഹാർഡ് ഡിസ്ക് എടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ ചെല്ലുന്നു. ഇത് മൂപ്പര് അവിടെ തന്നെ ഈ പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്ത് ഡാവിഞ്ചി ഓപ്പൺ അപ്പ് ചെയ്യുന്നു, അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുന്നു, മൂപ്പര് പണി തുടങ്ങുന്നു. ഞാൻ ചോദിച്ചത് ഗോഡനെ, നിനക്ക് ഈ പണി അറിയൂ, ഇങ്ങനെയൊക്കെയല്ല ചേട്ടാ നമ്മൾ ചെയ്ത് പഠിക്കുക. അതാണ് ഗോഡൻ. ഞാനിത് ഈ ലിറിക്കൽ വീഡിയോ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇത് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ഗോഡൻ. അപ്പൊ ഈ ഭാവിയിൽ ആരെങ്കിലും സംവിധായകൻ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഗോഡൻ അടുത്തപ്പുറത്ത് വെക്കുമ്പോൾ ലിറിക്കൽ വീഡിയോ കൂടി കൊടുത്തു. 2 വാക്കുകൾ. ആദ്യം തന്നെ രൂപേഷേട്ട, ദിവക്കേട്ട, പ്രൊഡ്യൂസർ എല്ലാവർക്കും നന്ദി. രൂപേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടീച്ചറായിരുന്നു ചെയ്തത്. ടീച്ചറിന്റെ മ്യൂസിക് ചെയ്യാൻ എന്നെ തന്നു. ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ഇരുന്നു, ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞ് രൂപേഷേട്ടനെ വിളിച്ചു കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കുമെന്ന് ചോദിച്ചു. ചേട്ടൻ പുറത്തിരുന്നു. പിന്നെ അകത്ത് വന്നിട്ട് ചേട്ടൻ എങ്ങനെ കാണിച്ചു. അന്ന് തൊട്ട് ഞങ്ങൾ സിങ്കായി. അത് പിന്നെ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിന്റെ ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് എല്ലാ ജോണറുകളും ഉണ്ട്. എല്ലാ ജോണർ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൂടുമ്പോൾ ജോണർ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.